നിങ്ങളുടെ സ്നേഹബന്ധം ദൃഢമായി വളരുവാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1. സ്നേഹിക്കുന്ന വ്യക്തിക്ക് ചെറിയ ഒരു വേദന പോലും കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ സ്നേഹബന്ധം ദൃഢമായി വളരുവാനുള്ള ഒന്നാമത്തെ പടി ഇതാണ്. സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് ചെറിയ ഒരു വേദന പോലും നിങ്ങൾ കൊടുക്കാതിരിക്കുക. അങ്ങനെ ചെറിയ ഒരു വേദന നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് മനസ്സിലിട്ട് ഇങ്ങനെ ഓർത്ത് അതിനെ വലുതാക്കി പിന്നീട് നിങ്ങളോട് വെറുപ്പുണ്ടാകുകയും ആ സ്നേഹബന്ധം തകർന്നു പോകാൻ ഇടയെത്തിയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്നേഹിക്കുന്ന വ്യക്തിക്ക് ചെറിയൊരു വേദന പോലും കൊടുക്കാതെ ആ ബന്ധത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ആ ബന്ധം ദൃഢമായി വളരും. കാരണം ഇത് പലർക്കും സാധിക്കാത്ത ഒരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് വന്നിങ്ങനെ മനസ്സ് പൊരുത്തക്കേടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഏത് ബന്ധത്തിലും കാണുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് പിന്നീട് ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്നത്. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി അത് ഇങ്ങനെ വലുതായി വന്ന് ആ ബന്ധത്തെ തകർത്ത് കളയുന്നു. അതുകൊണ്ട് ചെറിയ ഒരു വേദന പോലും സ്നേഹിക്കുന്ന വ്യക്തിക്ക് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ആ ബന്ധം ദൃഢമായി വളരാൻ സാധ്യത കൂടുതലാണ്. 2. സ്നേഹിക്കുന്ന വ്യക്തിക്ക് ചെറിയ ഒരു സംശയത്തിൻ്റെ അവസ്ഥകൾ പോലും കൊടുക്കാതിരിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ചെറിയ ഒരു സംശയത്തിൻ്റെ അവസ്ഥകൾ പോലും കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ആ ബന്ധം വളരും. കാരണം ചെറിയൊരു സംശയം ഉള്ളിൽ കയറി കൂടുകയാണെങ്കിൽ അത് പിന്നീട് വലിയ ഒരു മാനസിക പൊരുത്തക്കേടിൻ്റെ അവസ്ഥയിലേക്ക് ആയിത്തീരും. ചെറിയൊരു സംശയം അത് വലിയൊരു സംശയത്തെ ഉളവാക്കുന്നു. പിന്നീട് മുഴുവൻ അത് സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ കാണാൻ ഇടയെത്തിയിരുന്നു. നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും എന്താണെങ്കിലും ഏതാണെങ്കിലും എല്ലാം സംശയത്തിൻ്റെ അവസ്ഥകൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളിൽ സംഭവിക്കാൻ ഇടയെത്തിരും. അതുകൊണ്ട് ചെറിയൊരു സംശയത്തിൻ്റെ അവസ്ഥകൾ പോലും കൊടുക്കാതെ ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ആ ബന്ധം ദൃഢമായി വളരുകയും വിജയിക്കുകയും ചെയ്യുന്നതാണ്. ഇത് അറിഞ്ഞിരിക്കുക. 3. മനസ്സിൽ ഒന്നും പുറമെ വേറൊന്നും വെച്ച് പ്രവർത്തിക്കാതിരിക്കുക. മനസ്സിൽ നിങ്ങൾ പല പല കണക്കുകൂട്ടലുകളുമായി നടക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും പുറമേ കാണിക്കാതെ പുറമേ വേറെ രീതിയിൽ അഭിനയിച്ച് നടക്കുന്ന ചില ആളുകളുണ്ട്. അതായത് മനസ്സിലുള്ളത് തന്നെ നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കാൻ പഠിച്ചിരിക്കുക. അല്ലാതെ തന്ത്രപൂർവ്വം ഉള്ളിൽ ഒന്ന് വെച്ചുകൊണ്ട് ആ വ്യക്തിയെ ചതിക്കാനോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കുണ്ടാവും. നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തിയെ കുറച്ച് നാൾ ഒരു ടൈം പാസ്സായി മാത്രം കൊണ്ടു നടന്ന് ഉപേക്ഷിക്കാനുള്ള പരിപാടിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാനുള്ള പരിപാടിയായിരിക്കാം. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ആ കഴിവ് മനുഷ്യ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഉള്ളിൽ ഒന്നും പുറമേ മറ്റൊന്നും വെച്ച് പ്രവർത്തിക്കാതിരിക്കുക. അങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് തോന്നുകയാണെങ്കിൽ ആ ബന്ധം തകർന്നു പോകുന്നതാണ്. നിങ്ങളെ സംശയദൃഷ്ടിയിൽ കാണുകയും ആ ബന്ധം തകരുകയും ചെയ്യും. നിങ്ങളോട് അടുക്കാനും ആ വ്യക്തി ഭയപ്പെടുന്നതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ബന്ധം ദൃഢമായി വളരുന്നതാണ്. 4. പറയുന്ന കാര്യങ്ങൾ മറക്കാതെ ചെയ്തു കൊടുക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ കാര്യം മറക്കാതെ ചെയ്തു കൊടുക്കുക. നിങ്ങൾ പറഞ്ഞ കാര്യം അവർ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. നിങ്ങൾ മറന്നുപോയാലും അതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. അതുകൊണ്ട് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാൻ പഠിച്ചിരിക്കുക. എന്നാൽ ആ ബന്ധം ദൃഢമായി വളരും. അല്ലെങ്കിൽ ആ ബന്ധം തകർന്നു പോകും. അവർ നിങ്ങളോട് ചിലപ്പോൾ ഈ കാര്യങ്ങളൊന്നും പറയുകയില്ലായിരിക്കാം. എന്നാൽ അവർ ഉള്ളിൽ വെച്ച് നടക്കും. അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കും. നിങ്ങൾ ഇതൊന്നും അറിയാതെ നടക്കുകയും ചെയ്യും. അവസാനം നിങ്ങൾ തകർന്നു പോകും. ആ ബന്ധം തകർത്ത് അവർ പോകുന്നതാണ്. ഇത് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പഠിച്ചിരിക്കുക. എന്നാൽ ആ ബന്ധം ദൃഢമായി വളരുന്നതാണ്. ഒരു സ്നേഹബന്ധം വളരുവാൻ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. 5. അവർക്ക് വിലയില്ലാത്ത രീതിയിൽ ഒരിക്കലും പ്രവർത്തിക്കരുത്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് വിലയില്ലാത്ത വിധത്തിൽ ഒരിക്കലും നിങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. ആ വ്യക്തിയോട് അവരെ മാക്സിമം ഉയർത്തിപ്പിടിക്കുക. അവരെ മാക്സിമം സന്തോഷിപ്പിക്കുക. അവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ എപ്പോഴും കരുതി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ അവരുടെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളെ അവർ വിലയിരുത്തുന്നത് നിങ്ങളുടെ കൂടെ നടന്നിട്ടൊരു പ്രയോജനമില്ല, ദുഃഖം മാത്രം ഫലം ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു കഴിവുമില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ അവർ വിലയിരുത്തുക. അപ്പോൾ നിങ്ങളോടുള്ള ബന്ധത്തിൽ തുടരാൻ ആ വ്യക്തി മടിക്കും. അങ്ങനെ ആ ബന്ധം തകർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ വിലയുള്ള ഒരവസ്ഥ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം ഒരു ബന്ധം വിജയിക്കുവാൻ. അല്ലെങ്കിൽ ഏത് ബന്ധവും തകർന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ അവരോടുള്ള പ്രവൃത്തി, ആ പ്രവൃത്തിയിലും ഇത് കാണിക്കാൻ പഠിച്ചിരിക്കുക. അവർക്ക് വിലയുള്ള ഒരു അവസ്ഥ. ഇതാണ് ഏറ്റവും വലിയ കാര്യം. 6. ഏത് കാര്യത്തിലും അവരെ കൂടെ ചേർത്ത് പിടിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ ഏത് കാര്യത്തിലും കൂടെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കുക. കാരണം അതാണ് നിങ്ങളുടെ ആ ബന്ധത്തിൻ്റെ വിജയം. ഏത് കാര്യത്തിലാണെങ്കിലും അഭിപ്രായം ചോദിക്കുക. ഏത് കാര്യമാണെങ്കിലും അവരോട് പറഞ്ഞിട്ട് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ നിങ്ങളോട് കൂടി എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരവസ്ഥ അത് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾ അവരെ പരിഗണിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത കൊണ്ടുവരികയും നിങ്ങളെ അവർ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യും. അല്ലാത്ത ബന്ധങ്ങളെല്ലാം തകർന്നു പോകും. തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുകയും തന്നിഷ്ടം പോലെ നടക്കുകയും ചെയ്യുന്ന ബന്ധങ്ങളെല്ലാം തകർന്നു പോകും. നിങ്ങൾ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുകയും തന്നിഷ്ടം പോലെ നടക്കുകയും ചെയ്തിട്ട് പിന്നെ സ്നേഹം ലഭിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ലഭിച്ചെന്ന് വരികയില്ല. അതുകൊണ്ട് അവരെയും ഏത് കാര്യത്തിലും കൂടെ കൂട്ടി പരിഗണിക്കാൻ പഠിച്ചിരിക്കുക. ഇതാണ് ബന്ധം വളരുവാനുള്ള മറ്റൊരു വലിയ ഒരു ഘടകം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.